കൺഫ്യൂസ്ഡ് അല്ല, ഞാൻ ഭയങ്കര ഫോക്കസ്ഡ് ആണ്. ഞാൻ ഫോക്കസ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ എല്ലാ ടാസ്കും മര്യാദയ്ക്ക് ചെയ്തത്. ഞാൻ അവരെ കുറ്റല്ല പറഞ്ഞത്, ഇവരെന്ത് രീതിയിലാണ് എടുക്കണത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ? ബിഗ് ബോസ്, എനിക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ പറ്റുമോ? ലൈക്ക് പേഴ്സണൽ ഷോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ലൈക്ക് അത് തന്നെ, ലൈക്ക് ഞാൻ കുറച്ച് കാര്യത്തിൽ ഞാൻ ഇവർ ഈ പറയുന്ന കാര്യത്തിൽ എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഇവർ ഭയങ്കരമായിട്ടും ഇൻവോൾവ് ആയില്ലേ. അതിൽ ഞാൻ ഭയങ്കരമായിട്ടും ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്, എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. നോറയ്ക്ക് എന്താണ് ചോദിക്കാനുള്ളത്? എനിക്ക് ചോദിക്കാനുള്ള എന്താ വെച്ചാല്, ഞാൻ ക്യാമറാസിൽ മൊത്തം കുറ്റം പറഞ്ഞ് നടക്കുന്നുണ്ട് എന്നൊക്കെ ഇവര് പറയുന്നത്. ഞാൻ വീട്ടുകാരെ ഇന്ന് വരെ ഞാൻ കുറ്റം പറഞ്ഞ് നടന്നിട്ടില്ല. ഇതിലിപ്പോ ഞാൻ എന്ത് പറയാനാണ്? എന്റെ സ്വഭാവം എനിക്ക് എന്നെ പിടിക്കാണ്ടിരിക്കുക. ഇതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ? അപ്പൊ വ്യക്തിപരമായ കാര്യങ്ങൾ ഇവരിങ്ങനെ വിളിച്ചു പറയുന്നത് മറ്റുള്ളവർ പല രീതിയിലും പല ഗെയിമും കളിക്കും. ഇതെല്ലാം മുൻപൊരിക്കൽ വന്നപ്പോൾ പറഞ്ഞിട്ടുള്ളതല്ലേ? കുറച്ചുകൂടി പക്വതയോടെ പെരുമാറും. സോറി. എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ, ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. പോരനുണ്ടോ? എന്നെ ഒന്ന് സഹായിച്ചാൽ മതി. കഴിഞ്ഞിട്ടല്ല ഞാൻ ഈ ഒരു കൺഫ്യൂഷനിൽ വന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ അറിവ് വെച്ച് ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യൂ. കാരണം ഇനി വളരെ കുറച്ച് ദിനങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അവര് ഞാൻ പറയുമ്പോ എനിക്ക് തിരിച്ച് റിപ്ലൈ തരുന്ന, ഞാൻ കൺഫ്യൂസ്ഡ് എന്ന് പറയുമ്പോഴും എനിക്ക് കൺഫ്യൂഷൻ ഇല്ല. ഞാൻ പറഞ്ഞ കാര്യം എന്താന്ന് എനിക്ക് കറക്റ്റ് ബോധമുണ്ട്, എന്താ ഞാൻ പറഞ്ഞത് എന്നുള്ളതും. പിന്നെ ഇപ്പോഴെന്താണ് കൺഫ്യൂഷൻ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആ ഒരു ഇത് എനിക്ക് പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ തോന്നി ബിഗ് ബോസിനോ വന്ന് ചോദിക്കാന്ന് കരുതി. അപ്പൊ അങ്ങനെ ഞാൻ വന്ന് ചോദിച്ചതാ. ഇപ്പൊ ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. സത്യത്തിൽ ശരിക്കും എന്താണ് പ്രശ്നം? ആക്ച്വലി എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? അപ്പൊ ഞാൻ പല കാര്യങ്ങളെയും അതുപോലെ ഇഗ്നോർ ചെയ്യൂ. ആണല്ലേ? നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ എന്താണെന്ന്? എനിക്കറിയാം. ഇതറിയാമെങ്കിൽ പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇതിനകത്ത് പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കൂ. ആത്മവിശ്വാസത്തോടെ മുന്നേറൂ. ആരോട് പറയാ? പക്ഷെ ഞാൻ വെരി ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നത്. സത്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? തമ്പുരാട്ടിയുടെ നിലപാട് എന്താണെന്ന് എനിക്കറിയണം. അല്ല, ബിഗ് ബോസ് ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. വെരി ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. മതിയോ? ധാരാളം.